എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റവ ലഡു ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിലും കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ട്, അത് ഞാൻ പകുതിയാക്കിയിട്ടുള്ള കാഷ്നട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് റവ, അതൊരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതും റോസ്റ്റഡ് റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് കുറച്ച് നേരം നമുക്കതിൽ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അതൊന്ന് ചൂടാറാൻ വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ, അതൊട്ടും വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏകദേശം 3/4 കപ്പ് തന്നെ നല്ല കൂടുതലാണ് മധുരം. അത്ര വേണ്ട, 1/2 കപ്പിനും കുറച്ച് കൂടുതൽ, അത്ര മതി. പഞ്ചസാര പൊടിച്ചെടുക്കുക. അതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അത് പൊടിച്ചിട്ട് ഈ റവയിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ ഒന്ന് വറുത്തത് ചൂടാറണം. അതിലേക്ക് എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടുള്ള പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിലേക്ക്. 4 ടേബിൾ സ്പൂൺ കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 5ാമത്തെ എടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഗ്യാസിൽ തന്നെ വെച്ച് ഒന്ന് ചെറിയൊരു ചൂടാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറിയ ചൂടാറിയതിന് ശേഷം ഇതിനെ ഉരുട്ടിയെടുക്കാം. ലഡു ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണിത്. അതുപോലെ തന്നെ അത് നല്ല ടേസ്റ്റുള്ള ഒരു ലഡു ആണ്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.